ഇന്ന് രാവിലെ പ്രാർത്ഥനാപൂർവം നമുക്ക് വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. In a prayerful attitude, let us enter into the meditation of God's word today. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. Judges chapter 6 verse 14 through 16. നാം ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. The Lord looked at him and said, Go in this your strength and deliver Israel from the hand of Midian. Have I not sent you? അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനും അല്ലോ എന്ന് പറഞ്ഞു. He said to him, O Lord, how shall I deliver Israel? Behold, my family is the least in Manasseh, and I am the youngest in my father's house. യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. But the Lord said to him, Surely I will be with you, and you shall defeat Midian as one man. എന്ന് പറഞ്ഞു എന്നല്ല, എന്ന് കൽപ്പിച്ചു, ഉറപ്പായി പ്രസ്താവിച്ചു. It is not just merely that he said, but he affirmed and confirmed over him. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നും ഗിദെയോന്റെ ജീവിതത്തിൽ നിന്നും ഈ സഭയിൽ നാം മുൻപ് ധ്യാനിച്ചിട്ടുണ്ട്. We have meditated in this church before from the book of Judges as well as from the life of Gideon. 2019 ജനുവരി മാസം 6-ാം തീയതി ഒരു ഞായറാഴ്ച പകൽ ഫൈറ്റിംഗ് ഫോർ ആർ ഇൻഹെറിറ്റൻസ്, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുക എന്ന ഒരു ചിന്ത ഈ വേദഭാഗത്തു നിന്ന്, ഈ അധ്യായത്തിൽ നിന്ന് നാം ചിന്തിച്ചു. Back in 2019 on January the 6th, I did speak about a message titled Fighting for an Inheritance based on this passage or this story background. എന്നാൽ കഴിഞ്ഞ ആഴ്ചന്റെ വചനധ്യാനത്തിങ്കൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വളരെ ആഴമായും ഹൃദ്യമായും ഇന്ന് പകൽ ഈ കാലഘട്ടത്തിൽ ഈ സഭയോടും ദേശത്തോടും വിളിച്ചു പറവാൻ എന്നെ ഭരമേൽപ്പിച്ച ഒരു ചിന്ത ഞങ്ങൾ പ്രാർത്ഥനയോടെ പങ്കുവയ്ക്കുക. However, this last week in my meditation of the word of God, the Spirit of God laid it strong in my heart of a needed message from this passage that is needed for all of us, that is relevant in the time and age that we are living, and we are together prayerfully moving forward and bringing that to you. ഇത് സഭയോടൊരു ദൂതാണ്, ഇത് ദേശത്തോടൊരു ദൂതാണ്, ഇത് പാസ്റ്റേഴ്സിനോടും ലീഡേഴ്സിനോടും കർത്താവ് അരുളി ചെയ്യുന്ന ഒരു ആലോചനയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പ്രസ്താവിപ്പാൻ ആഗ്രഹിക്കുന്നു. To the church, this is a message to the people. This is a message to the pastors and leaders, and therefore we prayerfully look to the Lord for his strength to deliver what he has laid in our hearts. നിങ്ങൾ കുറിക്കുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു തലക്കെട്ട് ഈ വേദഭാഗത്തിന് കൊടുക്കാം. If you're taking notes, you could write a title in this manner: Divine Intervention in Difficult Times. Divine Intervention in Difficult Times. ദുരിത കാലഘട്ടങ്ങളിലെ ദൈവിക ഇടപെടൽ, ദുരിത സമയങ്ങളിലെ ദൈവിക ഇടപെടൽ. Divine intervention in difficult times. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം it was the worst of times. അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖപൂരിതവും കഷ്ടപൂരിതവും നിരാശാപൂരിതവുമായ ഒരു കാലഘട്ടമായിരുന്നു
ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്ന് പറവാൻ കഴിയും. We are able to say that the timeline in the book of Judges as far as Israel was concerned is probably the most grief-stricken, the most saddened, the most sorrowful and difficult moments in the history of Israel. യോശുവയുടെ പുസ്തകം അവസാനിക്കുന്നതും ന്യായാധിപന്മാരുടെ പുസ്തകം ആരംഭിക്കുന്നതും തമ്മിൽ പരിശോധന കഴിച്ചാൽ അവിശ്വസനീയമായ അന്തരംഗങ്ങളാണ് നാം കാണുന്നത്. If we analyze the closing of the book of Joshua and the opening of the book of Judges, you will see surprising similarities and parallels in both aspects. യോശുവയുടെ പുസ്തകം വിജയത്തിന്റെ, മുന്നേറ്റത്തിന്റെ, അവകാശത്തിന്റെ, സന്തോഷത്തിന്റെ, നേതൃത്വ പാടവത്തിന്റെ ഒക്കെ ഒരു കാലഘട്ടമായിരിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം പരാജയങ്ങളുടെ, ഭീതിയുടെ, കണ്ണുനീരിന്റെ, തകർച്ചയുടെ ഒരു കാലമാണോ എന്ന് തോന്നിപ്പോകും. When you look at the book of Joshua as it ends, it resembles a time of progress, a time of declaration, a time where you see leadership qualities in a good and positive way. But when you move to the book of Judges, you wonder if this is a time of defeat, a time of despair, a time of retreat and coming back, a time of giving up and lost values. ഇന്ന് ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ കാതുകളും തുറന്ന് ഈ വചന ശുശ്രൂഷയിൽ ഞങ്ങളോട് പങ്കുചേരണമേ. This morning, as to all that are listening to us, we invite you that you open your ears and your hearts in listening to today's message. ഞങ്ങൾക്ക് എന്തു ഭവിച്ചു, ദേശത്തിന് എന്തു ഭവിച്ചു, എന്താകുമെന്നൊക്കെ ഭാരപ്പെട്ടും നിരാശപ്പെട്ടും ഇരിക്കുന്നവരെ ഇന്ന് പകൽ ദൈവത്തിന് നിങ്ങളോട് സംസാരിപ്പാനുണ്ട്. To those that are feeling in their hearts, what will happen to us? What has happened to the land? What will happen to us tomorrow? To all of you, may we speak to you and your hearts. യോശുവയുടെ പുസ്തകം അവസാന അധ്യായം 24 അവസാന വാക്യങ്ങൾ 29 മുതൽ 33 വരെ ഉള്ള വായന വളരെ പ്രസക്തമാണ്. It is very relevant and significant when you look into the last passage of the book of Joshua, chapter 24, verse 29 to its end, verse 33. ഞങ്ങൾ അതൊന്ന് പാരഫ്രൈസ് ചെയ്ത് പറയുമ്പോൾ വചനം അറിയാവുന്ന ദൈവമക്കളുടെ മനോമുഖരത്തിലൂടെ പോകേണ്ടിയ ചില ചിന്തകളുണ്ട്. Joshua the son of Nun, the servant of the Lord, died at the age of 110. അവന്റെ അവകാശ ഭൂമിയിൽ അവനെ അടക്കം ചെയ്യുന്നു. He is buried in the territory of his own inheritance. വചനം ഇങ്ങനെ പറയുന്നു, യോശുവയുടെ കാലത്തും ദൈവത്തിന്റെ പ്രവർത്തികൾ കണ്ടിട്ടുള്ള മൂപ്പന്മാരുടെ കാലത്തും ഇസ്രായേൽ യഹോവയെ സേവിച്ചു. Israel served Joshua in all the days of the elders who survived Joshua. 400 വർഷം അധികം ഇസ്രായേൽ മക്കൾ താലോലിച്ചുകൊണ്ട് നടന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരത്തെ പറ്റി അവിടെ നാം വായിക്കുന്നുണ്ട്. We read the fulfillment of a dream that the Israelites carried in their hearts for over 400 years here in this passage. യോസേഫിന്റെ അസ്ഥികൾ അവർ ഷെഖേമിൽ അടക്കം ചെയ്തു. They buried the bones of Joseph, which the sons of Israel brought up from Egypt, now at Shechem. ദൈവ പ്രവർത്തി കണ്ട ഒരു A generation that saw the work of God. വാഗ്ദത്ത നാട്ടിൽ കാലെടുത്തു വന്ന ജനറേഷൻ. A generation that stepped foot into the promised land. സ്വപ്ന സാക്ഷാത്കാരങ്ങൾ കണ്ട ജനറേഷൻ. A generation that saw the fulfillment of dreams. ഇന്ന് വരെ അലഞ്ഞു നടന്നിട്ട് സ്വന്തം വീടുകളിൽ പാർക്കാൻ ഭാഗ്യം കിട്ടിയ ജനറേഷൻ. A generation that finally got to live in their own homes
after wandering for years and years. ഇതുവരെ അവർ ഉപദ്രവിച്ച പല ശത്രുക്കളെയും കീഴടക്കിയ ഒരു ജനറേഷൻ, A generation that finally overcome and seized over nations that once upon a time destroyed and attacked Israel. ഫൈനാൻഷ്യലി പ്രോസ്പെർഡ് ആയ ജനറേഷൻ, A generation that finally, eventually, മനസ്സിലും ശരീരത്തിലും സെറ്റിൽ ഡൗൺ എന്ന് കരുതിയ ജനറേഷൻ, a generation that finally considered a settling in their mind and their body and their lives. മറ്റൊരു ജനറേഷന് വഴിമാറുകയാണ്. It is paving the way for another generation to step in. യോശുവയുടെ കാലശേഷം എന്താ സംഭവിക്കുന്നു? What is happening after the time of Joshua? ജനം പലതും മറന്നുപോയി. The people have forgotten many things. അന്യദേവന്മാരെ ആരാധിച്ചു. They started worshipping foreign idols. 7 തവണ പിന്മാറ്റത്തിലേക്ക് പോയി. The people of God backslided, went away from God 7 times. 13 ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. The Lord raised up 13 different judges. ഞാൻ ഒന്നുകൂടെ വായിച്ചു കേട്ടോ. I read it again. 7 തവണ, 7 times. 7 തവണ, 7 times. 7 വർഷം മിദ്യാന്യരെ അവരെ പീഡിപ്പിച്ചു. The Midianites persecuted them for 7 years. 7 തികവിന്റെ നമ്പർ ആണെങ്കിൽ, If 7 is a number of completion, പിന്മാറ്റത്തിൽ പോയപ്പോഴും പൂർണ്ണമായി പിന്മാറ്റത്തിൽ പോയി. when they went away from God, they completely went away from ഓ, God. എനിക്ക് ദൈവസഭയോട് ഒരു ദൂത് വിളിച്ചു പറയാനുണ്ടോ? I have a message to the church of God. ഇവിടെ നാം ഒരു പാറ്റേൺ കാണുന്നുണ്ട്. ജഡ്ജസ് ആരംഭിക്കുമ്പോ We see a pattern here when the book of Judges begins. there was a Moses generation. മോശയുടെ ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു. There was a Moses generation. പിന്നെ ജോഷുവ ജനറേഷൻ ഉണ്ടായി. Then came a Joshua generation. 1-2 വായിക്കുമ്പോൾ ഒരു ജൂഡ ജനറേഷൻ വരികയാ. With chapter 1 verse 2, we now see a Judah generation. ശ്രദ്ധയോടെ കേൾക്കണമേ. Listen to me carefully. ഇനി ആര് പോകുമെന്ന് ചോദിച്ചപ്പോ, Now when the question is who shall go up, യഹൂദ മുന്നിൽ പോകട്ടെ എന്ന് ദൈവം പറഞ്ഞു. the Lord said, let Judah go before. കർത്താവിന് വേണ്ടി വില കൊടുത്ത മോശ ജനറേഷൻ സ്തോത്രം. We praise God for a Moses generation that paid a price. അതിന്റെ നന്മ അനുഭവിച്ച ജോഷുവ ജനറേഷൻ സ്തോത്രം. We praise God for the Joshua generation that enjoyed the benefits of the ഇന്ന് sacrifice. ദൈവം ഒരു ജൂഡ ജനറേഷനെ വിളിക്കുകയാണോ? But now God is calling out a Judah generation. ഹല്ലേലൂയ. Hallelujah. കാൽവെക്കുന്ന ദേശം തരുമെന്ന് യോശുവയോട് പറഞ്ഞു. God told Joshua that of the land that you set your foot on, I will give it to you. കർത്താവ് അത് ചെയ്തു. The Lord did it for them. എന്നാൽ ജഡ്ജസിലേക്ക് വരുമ്പോ But then when we move forward in the book of Judges, അതെല്ലാം തകരുവാൻ തുടങ്ങുകയാ. many of that is now becoming destroyed. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? Why did that happen? നിങ്ങൾ അവകാശമാക്കാൻ ചെല്ലുന്ന ദേശത്ത് നീയും നിന്റെ മകനും കൊച്ചുമകനുമൊക്കെ എന്റെ കൽപ്പനകൾ പ്രമാണിക്കണമെന്ന് ഡ്യൂട്രോണമി 6 പറഞ്ഞതാ. We also know in Deuteronomy chapter 6 that the Lord promised that the land that you step foot on under my will, you and your generations to come will enjoy and be blessed. കേട്ട ജാഗ്രതയോടെ അനുസരിക്കണം. You have to listen and obey it carefully. അന്യജാതികളുടെ വഴിയിൽ നടക്കരുത്. Do not walk in the path of ungodly people. അവരുടെ ദേവന്മാരെ ആരാധിക്കരുത്. Do not walk in the path or worship pagan gods. എന്നാൽ അതെല്ലാം തെറ്റിപ്പോയി. But many of that went in vain, went wrong. ഇത് ശോധനകൾ നിറഞ്ഞ സമയമായി. This was a time filled with testings. പ്രിയരെ, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. One thing that I would like to say, my beloved, നാം പ്രയാസകരമായ ചില സമയങ്ങളിലൂടെ പോവുകയാ. we are going through some very difficult times. എന്തുകൊണ്ട് എന്നെല്ലാവരും സ്വയശോധന ചെയ്യട്ടെ. May everyone examine themselves, asking them why. തെറ്റ് വന്നതുകൊണ്ടും തെറ്റിപ്പോയതുകൊണ്ടൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. I am not willing to say that it is because we did wrong or we went in a wrong way all this is happening. ഒരു സഭയെ മുൻനിർത്തിയല്ല ഞാൻ പറയുന്നത്. I am not saying this putting a church in front of me in light ഒരു of that. രാജ്യത്തെയും ദേശത്തെയും മുൻനിർത്തി പറയുകയാ. I am putting forward a nation and a world. 2 സാധ്യതകൾ പറയാം. There are 2 possibilities. ഒന്ന്, ദൈവപ്രവൃത്തി കണ്ട പിതാക്കന്മാർ മക്കളോട് പറഞ്ഞു കൊടുത്തില്ലെന്നോ.
One, the fathers who saw the work of God never said it to their generation and poured it രണ്ട് into them. പറഞ്ഞു കൊടുത്തത് അവർ കേട്ടില്ലെന്നോ എന്തുമാകാം. Or the fathers who poured it to them, the next generation never paid heed, attention to what they heard. ഹല്ലേലൂയ. Hallelujah. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. Either way, there is a truth that we have to understand. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നമ്മളെ ഇതുവരെ കൊണ്ടുവന്നത്. The Lord has brought us thus far from nothing. അവന്റെ പ്രമാണങ്ങൾ മറക്കരുത്. We should not forget His അവന്റെ commandments. വചനങ്ങൾ മറക്കരുത്. We should not forget His അവന്റെ word. വാഗ്ദത്തങ്ങൾ മറക്കരുത്. We should not forget His promises. ഒന്നുമില്ലായ്മയിൽ നിന്നെല്ലാം തന്നപ്പോ When God gave us everything from nothing, ഇന്നുള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്ട്രഗിൾ ആണ് നമുക്കുള്ളത്. we have a struggle trying to maintain what we have today. ഈ കാലത്തിൽ ദൈവം നമ്മോട് ഒരു ദൂത് പറയുന്നത് In this age, the Lord is speaking to us. നമ്മുടെ വീടിനോ നമ്മുടെ പണത്തിനോ നമ്മുടെ സാങ്കേതിക മികവിനോ നമ്മുടെ കഴിവിനോ ഒന്നും നമ്മെ സഹായിപ്പാൻ കഴിഞ്ഞില്ല. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനും മുട്ടിലിരിക്കാനും താണു വീഴാനും കരയാനും ദൈവം അവസരം ഒരുക്കിയെങ്കിൽ ഇത് സ്വയശോധനയുടെ സമയമായി മാറണം. If money, if wealth, if finance, if resources and influence and other things that we talk materially could not give us the answer, and what has happened to us has brought us back in a repentive heart, in a humble heart, in a responsive heart, looking up to God. If that is the plight, then we have to intentionally respond and listen to what God has to say and turn our eyes and our face and our hearts to heaven. ദൈവത്തെയും അവന്റെ വഴികളെയും മറന്നാൽ ഏത് ജനറേഷനിലും ഇതൊക്കെ സംഭവിക്കാം. If we forget who God is and the ways of the Lord, this could happen to any generation. ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. I am not ready to blame anybody. പക്ഷേ ഇന്ന് പകൽ ഒരു പ്രത്യാശയുടെ വചനം വിളിച്ചു പറയാൻ ഇവിടെ നിൽക്കുന്നത്. But I am standing here to speak a word of hope. എന്നൊക്കെ ജനം നിലവിളിച്ചിട്ടുണ്ടോ? Whenever the people have cried out to God. എപ്പോഴൊക്കെ ജനം കരഞ്ഞിട്ടുണ്ടോ? Whenever the people have cried out and called unto God. കാലം ഏതുമാകട്ടെ, കാരണം ഏതുമാകട്ടെ, തന്റെ ജനത്തിന്റെ നിലവിളിക്ക് പ്രതികരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. No matter what age it might be, no matter what it might be, we trust and look to a God that has responded irrespective of the time and the age or the circumstances. Now God intervenes in the difficult times. ഈ വല്ലാത്ത കാലത്ത് ദൈവം ഇറങ്ങി വരികയാ. Now God is intervening in this difficult time. എപ്പോഴാണ് ദൈവം പ്രതികരിച്ചത്? When did God respond? ഇസ്രായേൽ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു. Israel did things that was ungodly in God's sight. സ്വയഭവനങ്ങളിൽ നിന്ന് അവർ ഓടിപ്പോയി. They ran away from their own homes. മലകളിലും ഗുഹരങ്ങളിലും പാർക്കേണ്ടി വന്നു. They had to live in mountains and caves. അവരുടെ കൈകളുടെ അധ്വാനങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോയി. They even lost the work of their hands. ജനം ദൈവത്തോട് നിലവിളിച്ചു. The people cried out to God. ദൈവം അവർക്കൊരു പ്രവാചകനെ അയച്ചു. The Lord sent a prophet to them. ഞാൻ എന്റെ പ്രാർത്ഥനാ മുറിയിൽ വചനം ധ്യാനിച്ചപ്പോ When I was meditating on this word in my prayer room, ദൈവം എന്നോട് ഒരു ദൂത് പറഞ്ഞു. the Lord spoke a message to me. IPC ഹെബ്രോനിൽ മാത്രം വിളിച്ചു പറയാനല്ല. This is not just for the IPC Hebron family. ഇന്ത്യയിൽ ഭയത്തിൽ കഴിയുന്നവരുണ്ട്. To those that are living in fear in India. ഗൾഫ് നാടുകളിൽ ഭയത്തിൽ കഴിയുന്നവരുണ്ട്. To those that are living in fear in the Middle East. ഓസ്ട്രേലിയയിൽ ഭയത്തിൽ കഴിയുന്നവരുണ്ട്. People that are struggling in fear in Australia. യുകെയിൽ ഭയത്തിൽ കഴിയുന്നവരുണ്ട്. People that are succumbed to fear in United Kingdom. നമ്മൾ വിചാരിച്ച അമേരിക്ക സ്വപ്നഭൂമിയാണെന്ന്. We might have thought it's the dreamland. ഗൾഫ് നാടുകൾ സ്വപ്നഭൂമിയാണെന്ന്. That we thought the promised land is the Gulf country. പ്രിയരെ, എല്ലാ ദേശത്തും ഒരുപോലെ ഭയം വീണു. Fear has gripped every nation equally. പക്ഷേ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാ. I say a word this morning. ജനം നിലവിളിച്ചു. The people cried out. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന്, From every corner of the world. ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്ന്, From various nations around the globe. ലോകത്തിന്റെ പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന്, From every continent on the face of planet തന്റെ ജനം Earth. നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. The people are crying out to ഈ God. വേദപുസ്തകം എന്നെ ഒരു പാഠം പഠിപ്പിക്കുന്നു. This word of God teaches me a lesson. തന്റെ ജനം നിലവിളിക്കുമ്പോ When his people cries out to him, എന്റെ ദൈവം ഇറങ്ങി വരും. my God will come down in their midst. Hallelujah. 7 വർഷം ദൈവം മിദ്യാന്യരെ ഏൽപ്പിച്ചു. The Lord placed his people in the hands of Midianites for ദൈവം 7 years. അനുവദിച്ചിട്ട്, The Lord allowed it to happen. ദൈവം അറിഞ്ഞിട്ട്,
The Lord was aware of it. ദൈവത്തിന്റെ ഹിതപ്രകാരം The Lord in his own will. 6-ാം അധ്യായം 7-ാം വാക്യത്തിലാണ് നാം അത് വായിക്കുന്നത്. We see that in chapter 6 verse 7. അപ്പോൾ ജനം നിലവിളിച്ചു. The sons of Israel cried to the Lord. ദൈവം ഒരു പ്രവാചകനെ വിട്ടിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് അവരോട് പറയുകയാണ്. The Lord sent a prophet and specifically spoke to them. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. Thus says the Lord, the God of Israel. ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. It was I who brought you up from Egypt. അടിമ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. And brought you out of the house of slavery. മിസ്രയീമിന്റെ കയ്യിൽ നിന്നും അവരെ പീഡിപ്പിച്ചവരുടെ കയ്യിൽ നിന്നും വിടുവിച്ചു. I delivered you from the hands of the Egyptians and from the hands of all your oppressors. നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കി കളഞ്ഞു. And disposed the enemies before you from you. അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. And gave you their land. ഒരൊറ്റ കണ്ടീഷനെ ഞാൻ പറഞ്ഞുള്ളൂ. But I'm only giving you one condition. അവരുടെ ദേവന്മാരെ ആരാധിക്കരുത്. You shall not fear their gods. നിങ്ങളുടെ ആരാധനയിൽ നിങ്ങളുടെ ഹൃദയം എന്നോട് ഫുള്ളി കമ്മിറ്റഡ് ആയിരിക്കണം. In your worship, your heart should be fully committed to me, Yahweh. എല്ലാ കാലത്തും ദൈവം സഭയോട് ആവശ്യപ്പെടുന്നത് ഒന്നായത്. In every season, the Lord has asked of the church one reason, one thing. വീട്ടിലിരിക്കുകയെന്ന We are in our homes. കൂടെ കൈകൊട്ടാൻ ആളില്ല. We have no one to join with us in clapping. വർഷിപ്പിൽ ലീഡ് ചെയ്യാൻ നമ്മുടെ കൂടെ ആളില്ല. We have no one to come to us and lead us in worship. ഞാനൊരു ദൂത് ഈ സമയത്തിന് ഉചിതമായി വിളിച്ചു പറയാം. Let me say a relevant message right now. ആരാധനയുടെ ആഴങ്ങളിലേക്ക് വരുന്ന ദിനങ്ങളാകട്ടെ. Let these be the days that you are led into the depths of the concept and meaning of worship. സ്വയശോധനകൾ ചെയ്ത് മടങ്ങി വരുന്ന ദിനങ്ങളാകട്ടെ. Let these be the days that we examine ourselves and return, come back to from where we left. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് 3 പാഠങ്ങൾ ഇന്ന് രാവിലെ പറയുകയാണ്. From this context we are going to stay and share 3 lessons to you. ഇതെല്ലാം ദൈവം പ്രവാചകനിലൂടെ പറഞ്ഞതിനു ശേഷം After having said all this through his prophet, 11-ാമത്തെ വാക്യത്തിൽ verse 11 we see, അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയസേരിന്റെ മകനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഇതെല്ലാം പറഞ്ഞിട്ട് ഈ ഡിഫിക്കൽട്ട് ടൈമിൽ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ ഉണ്ടാവുകയാണ്. We are seeing a divine intervention in the midst of this difficult times. In Judges 6 verse 11, then the angel of the Lord came and sat under the oak that was in Ophrah, which belonged to Joash the Abiezrite, and his son Gideon was beating out wheat in the winepress in order to save it from the Midianites. 11-12 വാക്യങ്ങളിൽ നിന്ന് ദൈവം എന്നെ ആദ്യം പഠിപ്പിച്ച പാഠം ഒന്നാമതായി നിങ്ങളോട് പങ്കുവെക്കുകയാണ്. The lesson that I first learned from verse 11 to 12, I'm sharing with you. An unlikely choice at an unlikely time. പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് പ്രതീക്ഷിക്കാത്ത ഒരു തിരഞ്ഞെടുപ്പ്. An unlikely choice in an unlikely time. പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒരു സമയത്തേക്ക് പ്രതീക്ഷയില്ലാത്ത ഒരുവനെ ദൈവം വിളിക്കുകയാണ്. In an unexpected time when everyone has lost all expectations, God is calling an unexpected person. ഇന്നത്തെ സന്ദേശത്തിൽ ഒരു മിഷൻ ദൂതും ഒരു മിഷൻ ചലഞ്ചും കൂടെ ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുണ്ട്. We have a mission challenge and a call to missions in the midst of this word. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രവാചക ശബ്ദം, a prophetic word that the Lord has laid in our hearts. ചിലർ ദൈവ വിളി കേൾക്കുന്ന സമയങ്ങളാണിത്. This is a time when some of you are going to hear the call of God to missions. പ്രതീക്ഷിക്കാത്ത ചിലരെ ദൈവം ഒരുക്കുകയാണ്. God is preparing certain at such a time as this. പ്രതീക്ഷിക്കാത്ത ചിലരെ ദൈവം ഒരുക്കുകയാണ്. God is preparing a certain group of people for such a time as this. ഹല്ലേലൂയ. Hallelujah. ക്വാറന്റൈൻ സമയം, this quarantine time, വെളിയിലിറങ്ങാൻ കഴിയാതെ without able to go out, ഭയപ്പെട്ടിരുന്ന ഒരു ജനതയുടെ നടുവിൽ നിന്ന് in the midst of a people that are living in fear, ദൈവം ഒരുവനെ വിളിച്ചു പുറത്തു കൊണ്ടുവരികയാണ്. God is now calling out a person to come out. ഹല്ലേലൂയ. Amen.
എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു അൺലൈക്ലി ചോയ്സ് ആയിരുന്നെന്ന്? Why did I say that this was an unlikely choice? കാരണം The reason, ഇത് സംഭവിക്കുമ്പോൾ അവൻ ഹൈഡ് ഔട്ട് ചെയ്തിരിക്കുകയാ. because when this was happening, he was in a hideout. അവനും എല്ലാവരെയും പോലെ പേടിച്ചിരിക്കയാ. He, like everybody else, was living in fear. ഇവനെ വെറും ഒരു തിരഞ്ഞെടുപ്പല്ല, This was not just an ordinary selection. അവനൊരു ഡെലിവറർ ആകാനുള്ളവനാ. He is supposed to be a deliverer. അവന്റെ പേര് ഗിദെയോനെന്നാ. His name is Gideon. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? What does his name mean? Great destroyer, one who cuts down. തകർക്കുന്നവൻ മുറിക്കാൻ കഴിവുള്ളവൻ എന്നൊക്കെയാ. It means the great destroyer, the one who can cut down. എന്തുകൊണ്ട് അൺലൈക്ലി ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞത്? Why did I say that this is an unlikely choice? അവന്റെ ഇമോഷണൽ സ്റ്റേറ്റ് എന്തായിരുന്നു? What was his emotional state? പലതും റിസൾട്ട് ഓഫ് ദ പാസ്റ്റ് ആണ്. Many of them was the result of the past. അവൻ കണ്ട പലത്, He saw many things. അവൻ കടന്നുപോയ പലത്, He went through many അവന് situations. ജീവിതാനുഭവങ്ങൾ പഠിപ്പിച്ച പലത്, Many things that life taught him. കറന്റ് സർക്കംസ്റ്റാൻസസ് അവനെ ആക്കി തീർത്ത പലത്. Many things that the current circumstances shaped him ഓ, to be. ഇന്ന് പകൽ ദൈവാത്മാവ് ഞങ്ങളുടെ ഉള്ളത്തിൽ ഇടപെടുകയാണ്. Tonight, this morning, the Lord is working in our hearts. കഴിഞ്ഞ നാളുകളിൽ നിന്നെ കയറി കൂടിയ പല ഭയങ്ങൾ, Any fear that has entered in your hearts in നിന്റെ the past. മനസ്സിനെ മതിച്ചിരിക്കുന്ന പല ചിന്തകൾ, Many thoughts that have gripped your minds. നിന്റെ അപ്ബ്രിംഗിംഗ് നിന്നെ ഷേപ്പ് ചെയ്ത പല Many കണ്ടീഷൻസ്, things that the conditions that shaped your upbringing of who you are പാസ്റ്റ് today. പെയിൻ നിന്നിൽ കൊണ്ടുവന്ന ഭയങ്ങൾ, Any fear that has been reason of past pain. കറന്റ് സർക്കംസ്റ്റാൻസസ് നിന്നെ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. Many things that the current circumstances is limiting you. നിനക്കൊരു പ്രതീക്ഷയുണ്ട്. You have a hope in the midst of നിന്റെ that. അടുത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. There is a God that comes in the midst of this all. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, In the name of the authority of Jesus അവിടുത്തെ Christ. അഭിഷിക്തന്മാരെ ഞങ്ങൾ ഈ വചനം വിളിച്ചു പറയുമ്പോൾ, As the Lord's anointed, as we speak this ഇന്ന് word, പകൽ ചില ഇമോഷണൽ ഹീലിംഗ് നടക്കുകയോ. I pray that certain Glory emotional be to healing is God. happening right ചില now. ഇമോഷണൽ ഹീലിംഗ് നടക്കുകയോ. Some emotional deliverance is happening right ചില now. ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരികയോ. Some are coming out of bondages. ചില ഭയങ്ങൾ തകരുകയോ. Let certain fears be broken and destroyed. Hallelujah. ഇവന്റെ ഭയത്തിന്റെ കാരണം എന്താ? What is the reason of his fear? ഇസ്രായേൽ ഔട്ട്നംബേർഡ്, ഇസ്രായേൽക്കാൾ എത്രയധികമുണ്ട് ശത്രുക്കൾ. Israel is outnumbered. The enemies are way more than the Israelites. മോശ മരിക്കുന്നതിന് മുമ്പ് 12 ഗോത്രത്തിനും സ്ഥലം എഴുതി കൊടുത്തതാ. Even before Moses died, there was inheritance written for all 12 tribes. അവരുടെ കുഴപ്പം കൊണ്ട് തന്നെ പലതിലും കാലുവെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. And because their own reasons, many of them were not able to step into their own അവർ inheritance. ഡിഫീറ്റഡാ. They are defeated. അവർ ഡിസ്ലൊക്കേറ്റഡാ. They are dislocated. അങ്ങനെ ഇരിക്കുന്നിടത്ത് ഒരുവന്റെ അടുത്തേക്ക് ദൈവം പറയുക, വരിക. In that circumstance, the Lord has come down to one person and telling him, എന്താ അൺലൈക്ലി ചോയ്സ്? what is the unlikely choice? എന്റെ ഉള്ളം ഉരുകി പുറത്തു വന്ന ഒരു സന്ദേശം ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു This പറയുന്നത്. is a message that has come out of the melting of my own heart in response to this word. ഗിദെയോനെ, Gideon, നിന്റെ പേരിൽ മാത്രമേ ഇന്ന് ശക്തിയുള്ളൂ. oh, is it that there is only power in just your name? നിന്റെ പേരിന്റെ അർത്ഥം ഡിസ്ട്രോയർ എന്നാ. Your name means destroyer. പക്ഷെ നിന്റെ മനസ്സിലും നിന്റെ പ്രവൃത്തിയിലും ഇന്ന് ഭയമാ. But in your mind and in your action, it is gripped with fear. ദൈവസഭയോട് ഒരു ദൂത് വിളിച്ചു പറക. I speak a message to the church നീ of God. ദൈവത്തിന്റെ പൈതലാ. You are the child of God. നിന്റെ പേരിന്റെ മേൽ ദൈവത്തിന്റെ നാമമുണ്ട്. On top of your name, there is the name of God. നീ ഭയത്തിലിരിക്കാനുള്ളവനല്ല. You are not called to sit in fear. നിന്റെ പേരിൽ ഒരു ശക്തിയുണ്ട്. There is a power inside your name. സർക്കംസ്റ്റാൻസസ് അല്ല നിന്നെ ഡിഫൈൻ ചെയ്യുന്നത്. Circumstances does not define who you പാസ്റ്റ് are. അല്ല നിന്നെ ഡിഫൈൻ ചെയ്യുന്നത്. Past is not what defines who you നീ are. വിളിക്കപ്പെട്ട ഒരു പേരുണ്ട്. You have a name that has called you out. അത് ശക്തിയുള്ള ഒരു പേരാണ്. That is a name that has power in it. Hallelujah. Hallelujah. Why did I say it was an unlikely choice? ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു ഇത് അസാധാരണമായ ഒരു സന്ദർഭമായിരുന്നു ഇത്? കാരണം അവന്റെ കുടുംബം അങ്ങനത്തേതാ. Because his family is also of that ഞാൻ such. പറഞ്ഞതല്ല, അവൻ പറഞ്ഞതാ.
I did not say this. He addressed his own family. അവനൊന്ന് പരിചയപ്പെടുത്തുകയാ. He is introducing himself. ദൈവത്തിന്റെ ദൂതനോട് പറയുന്നു, He is telling to the angel of God, ഞാൻ മനശ്ശെ എന്ന ഗോത്രത്തിലുള്ളവനാ. I come from the tribe of Manasseh. അത് തന്നെ വലിയ പ്രസക്തിയുള്ള ഒരു ട്രൈബ് അല്ല. That itself is a very insignificant tribe. അതിനകത്ത് തന്നെ ഉണ്ട് പ്രശ്നങ്ങൾ. That tribe has its own problems in itself. അതിലെ ഒരു കുടുംബത്തിലെ ആളാ ഞാൻ. And I am from a family of that tribe. ഇനി ആ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞാൽ, Now if I talk about that family that I am ആ from, കുടുംബത്തിലെ ഏറ്റവും എളിയവനാ ഞാൻ. now I am the youngest in that family. ആ കുടുംബത്തിലെ ഏറ്റവും ചെറിയവനാ ഞാൻ. I am the least in that family. അപ്പം വളരെ പുവറായ ഒരു ഫാമിലി. So such a poor family. ആ കുടുംബത്തിലെ തന്നെ ഏറ്റവും എളിയവനായവൻ. And I am the poorest of all poor. അത് സ്പിരിച്വലി സെൻസിറ്റീവ് കുടുംബമൊന്നുമല്ല. It is not a spiritually sensitive family. അപ്പനും അമ്മയും പ്രയർ വാരിയേഴ്സ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. The dad and mom are not any prayer warriors. ആ അധികം എക്സാമ്പിൾ ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. There is not a whole lot of examples that have set before this. ഭയപ്പെടുത്തുന്ന ഒരു ചിന്ത ഞാൻ പറയാം. I will tell you a thought that might bring fear. 6:25 മുതൽ 27 വരെ എന്താ പറയുന്നതെന്ന് അറിയാമോ? What does this say in chapter 6 verse 25 to അവന്റെ 27? അപ്പന്റെ കുടുംബത്തിൽ ബാലിന്റെ ബലിപീഠം ഉണ്ടായിരുന്നു. There was the altar of Baal even in his own father's house. അതുകൊണ്ടാ ഇവനോട് പറഞ്ഞത്. That is why it was told to him, നിന്റെ അപ്പനുള്ള ബലിപീഠങ്ങളെ ഇടിച്ചു കളയാൻ. destroy the altars of your fathers. പക്ഷേ ഗീദയോൻ ഉണ്ടല്ലോ. But for Gideon, അവൻ ബാലിനെ ആരാധിച്ചതിന് തെളിവില്ല. we don't have evidence that he worshipped Baal. ഭവനത്തിൽ അവന് തള്ളൽ വരാൻ കാരണം The reason he might have been rejected in his family, ആരാധനയോട് അവൻ ചേരാഞ്ഞത് കൊണ്ടായിരിക്കും. most likely because he did not agree with the kind of worship his parents എനിക്കൊരു were. ദൈവ ശബ്ദം വിളിച്ചു പറയാനുണ്ട്. I have a word to you this morning. എല്ലാം ഒത്തുവരുന്നത് കൊണ്ടല്ല ദൈവം നിന്നെ തിരഞ്ഞെടുക്കുന്നത്. God is not calling you because all of your past has worked out എല്ലാ so well. വെല്ലുവിളികളും ഉള്ളപ്പോൾ തന്നെ, Even in the midst of all challenges, എല്ലാ പരിമിതികളും ഉള്ളപ്പോൾ തന്നെ, in the midst of all limitations, ആരും കൂടെ നിൽപ്പാൻ ഇല്ലാത്തപ്പോൾ തന്നെ, when there is nobody to stand with you, അതൊന്നും നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിക്ക് ഒരു തടസ്സമല്ല. that will not be a hindrance to the purpose and act of God in your life. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Amen. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ, All the young ones that are listening to me, പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം. one thing that I repeatedly said, I say again. സർക്കംസ്റ്റാൻസസിന്, അപ്ബ്രിങ്ങിങ്ങിന്, ഫാമിലി ബാക്ക്ഗ്രൗണ്ടിന് ഒക്കെ അതിൻ്റെതായ പ്രസക്തി ഉണ്ട് കേട്ടോ. Circumstances, upbringing, where you are from, a family background and other things has its own relevance and significance. പക്ഷെ അതൊന്നും നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിക്ക് ഒരു തടസ്സമല്ല. But that will never be an obstacle and hindrance for God's plan and purpose in and through your life. പുതിയ നിയമ ദൈവമക്കളോട് ഒരു ദൂത്. To the New Testament believers, നമ്മുടെ ഉച്ചക്കത്തെ പ്രാർത്ഥനയിൽ ഞാനിപ്പോൾ കൊരിന്ത്യ ലേഖനം പ്രാദേശിക സഭ എന്ന വിഷയം ശാന്തമായി പഠിപ്പിക്കുക. I am teaching very calmly on the topic of the local church from the book of Corinthians in our afternoon prayer line. ജ്ഞാനത്തിന് പേരുകേട്ട ഒരു പട്ടണത്തിൽ, A town that was known for its knowledge. അവിടെ അപ്പോസ്തലനായ പൗലോസ് അവരുടെ വിളിയെ പറ്റി പറയുകയാ. Apostle Paul is addressing about their calling. ലോകത്തിന്റെ അഭിപ്രായത്തിൽ, according to the world's opinion, നിങ്ങളുടെ ജ്ഞാനികൾ അധികം പേരില്ല. there are not a whole lot of knowledgeable people in you. ബലവാന്മാരില്ല. They aren't much mighty പക്ഷെ people. ദൈവം നിങ്ങളെ എങ്ങനെയാ തിരഞ്ഞെടുത്തതെന്ന് അറിയാമോ? But do you know how God has called you? നിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടല്ല, Not looking at your background, നിന്റെ പൊട്ടൻഷ്യൽ നോക്കിയിട്ടല്ല, not analyzing your potential. ലോകത്തിൽ ജ്ഞാനമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ For the Lord called down to foolish that the ദൈവം world calls us wise. പോഷകമായതിനെ തിരഞ്ഞെടുത്തു. God called the foolish. എന്തിനാണെന്നറിയാമോ? Why did God do that? വചനം ഇങ്ങനെ പറയുന്നു, The word says, ഒരു ജഡവും പ്രശംസിപ്പാതിരിപ്പാൻ തന്നെ. so that no flesh will gain its own pleasing. പാസ്റ്ററെ, നമ്മുടെ ഈ ചർച്ചിൽ മിഷന്റെ വിളി കേട്ട അനേക ദൈവദാസന്മാരുണ്ട്. അവരുമായി നമുക്ക് അടുത്ത ബന്ധമുണ്ട്. We have a close connection with many in this church that have very clearly received a call from God.
അവരിൽ പലരും ഞങ്ങളോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. Many of them have testified to us. പാസ്റ്ററെ, ഞങ്ങളെ എന്തുകൊണ്ടാ വിളിച്ചതെന്ന് അറിയില്ല. Pastor, I do not know why God called me. എന്ത് കഴിവ് കണ്ട, എന്ത് യോഗ്യത കണ്ടാണെന്ന് അറിയില്ല. I do not know what God saw in me, what ability He saw in ഒരു me. പറ്റം മിഷണറിമാരുള്ള ഈ ദൈവസഭയിൽ In this church, there has a group of missionaries. നിങ്ങളോട് ഒരു ദൂത് പറയാൻ ഇന്ന് പകൽ ഞങ്ങൾക്ക് നിയോഗമുണ്ട്. We have a leading to tell you a message this morning. നിങ്ങളെ തെരഞ്ഞെടുത്തതിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. God has a plan in why He called you out. കഴിവുള്ള പലതിനെ, പ്രാപ്തിയുള്ള പലതിനെ, പണമുള്ള പലതിനെ, ചുറ്റുപാടുള്ള പലതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കയാ. ഇത് കാത്തിരിപ്പിന്റെ സമയമാ. ദൈവം തന്റെ ശക്തിയും ബലവും തന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരൂ. When many that have wealth, that have abilities, that have qualifications, that have very much stature in society, when God has discounted them, there is a plan, there is a specific purpose why God has called you, irrespective of who you might be, because for His kingdom and His glory. പാസ്റ്റർ, ഇന്ന് പകൽ നമ്മുടെ മുമ്പിൽ അധികം പേരെ നാം കാണുന്നില്ല. We do not see anybody in front of us this പക്ഷേ morning. വചനത്തിന്റെ ശക്തി ഞങ്ങൾ നിൽക്കുന്നിടത്തും ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ തിരിച്ചറിയുകയാ. But we are recognizing the power and the presence of God where we are standing right now. സഭയോട് ഒരു ദൂത് പറയാൻ ദൈവം ഞങ്ങളോട് പറഞ്ഞു. God is telling us to speak a word to His people. Unlikely times, difficult times, ചില unlikely choicesന് വേണ്ടിയുള്ള സമയമാണ്. This is a time where God is making some unlikely choices in your perspective in the midst of unlikely times. ചിലതിന്റെ തലമേൽ ചില വിളി വരികയാണ്. God is setting a call upon certain people in their lives. Hallelujah. ഭയപ്പെട്ടിരിക്കുന്ന ചിലത്, ഒറ്റപ്പെട്ട ചിലത്, എല്ലാരും തള്ളപ്പെട്ട ചിലത്, പഴയതിനെ പരിതപിക്കുന്ന ചിലത്, നിന്റെ അടുത്തേക്ക് ഒരു ദൈവിക സന്ദർശനം വരികയാ. Those who are gripped in fear, those who are isolated, those who are rejected and neglected, those who are complaining and whining upon you, there is a specific calling coming this morning. പലതിന്റെ പുറകെ ഓടിയിട്ട്, You have been running after many things in the past, പലതിനാലും പരാജയപ്പെട്ടിട്ട്, and you have experienced failure after failure. പലതും ട്രൈ ചെയ്ത് ഫെയിൽ ചെയ്തിട്ട്, You have tried and failed പല again. തകർച്ചയും വേദനയും കണ്ടിട്ട്, You have seen failure and pain and destruction. ദൈവം നിനക്കൊരു സമയം അനുവദിച്ചിരിക്കയാ. God has given you a second chance ദൈവത്തിന്റെ മുഖം കാണാ. to see the face of God, നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി തിരിച്ചറിയോ. to recognize God's calling specifically to you. ഈ unlikely times ചില unlikely choicesനുള്ള സമയമാ. In these unlikely times, this is a time for unlikely choices. Hallelujah. Hallelujah. രണ്ടാമത്തെ പാഠത്തിലേക്ക് വരികയാ. Coming to the second lesson. 12-16 വാക്യങ്ങളിൽ നിന്നാണ് ആ പാഠം. We learned that from verse 12 and verse 16. നിങ്ങൾ കുറിക്കുന്നുണ്ടെങ്കിൽ വളരെ പ്രാക്ടിക്കലായ ശക്തമായ പാഠം ദയവായി എഴുതി വെക്കണം. If you're taking notes, so write down this very powerful and practical point. God believes in you when you cannot believe in yourself. നിനക്ക് പോലും നിന്നെ വിശ്വസിക്കാൻ കഴിയാത്ത കാലത്ത് ദൈവം നിന്നിൽ ഒരു വിശ്വാസം അർപ്പിക്കുക. When you cannot believe in yourself, God is believing in you for something great. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിൽ പറയുന്നു, ഇത് ശക്തമായ ഒരു ദൂത് ചിലരോട് ദൈവം വിളിച്ചു പറയുകയാ. The Lord is speaking clearly in our hearts that this is a message specifically for many that are listening this morning. God believes in you when you cannot believe in yourself. I want to repeat that again as a prophetic declaration of your life. God believes in you when you cannot believe in yourself. നിന്റെ കുടുംബത്തിനോ നിന്റെ ചുറ്റുപാടിനോ എന്തിനകം നിനക്ക് പോലും നിന്നെ വിശ്വസിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം നിന്നെ വിശ്വസിക്കാൻ തയ്യാറാവുകയാ. When your family, when people around you, and might as well, even when you don't believe in yourself, there is a God who is believing and seeing something in and through you, that He is speaking to you in this time and age. പ്രാർത്ഥനാ മുറിയിൽ ധ്യാനിച്ചപ്പോ എന്റെ ഹൃദയത്തെ കത്തിച്ച ഒരു വേദചിന്തയാണിത്. This is a passage that spurred up a fan into flame in my heart when I meditate this in my prayer room. ഗിദെയോൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിരുന്നോ?
Have you heard everything what Gideon said? അവൻ ആരാണെന്ന്, Who he is? അവന്റെ മാനസികാവസ്ഥ എന്തെന്ന്, His emotional mental state? അവന്റെ അപ്ബ്രിങ്ങിങ് എന്തെന്ന്, His upbringing? അവന്റെ ഫാമിലി എന്തെന്ന്, His family? അവന്റെ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് എന്തെന്ന്, The level of support he has from his അവന്റെ family? കമ്മ്യൂണിറ്റി എങ്ങനെയാണെന്ന്, How his community is? ഔട്ട്സൈഡ് സർക്കംസ്റ്റാൻസസ് എങ്ങനെയാണെന്ന്, His external circumstances? അന്നുള്ള ഒരു നാഷണൽ സ്പിരിറ്റ് എന്താണെന്ന്, The national spirit that existed then? ഇതൊക്കെ അവൻ പറഞ്ഞില്ലേ? He shared all this to God. ഇതെല്ലാം പറഞ്ഞു തീർത്തപ്പോ After he was done saying all എന്റെ this, കരുണാസമ്പന്നനായ ദൈവം, my God full of mercy and grace, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ട ദൈവം, the one that saw me before I was formed in my mother's womb, എനിക്ക് രൂപവും ഭാവവും ഉണ്ടാകുന്നതിന് മുമ്പ് എന്നെ കുറിച്ചുള്ള പദ്ധതികൾ എഴുതി വെച്ച ദൈവം, a God that wrote down about me even before I had any form or shape of my own. ഇവന്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞപ്പോ After he was done introducing himself, ദൈവം ഒരു ഇൻട്രൊഡക്ഷൻ നടത്തുകയാ. God is giving an introduction about him. Oh, you mighty man of valor! Oh. അല്ലയോ പരാക്രമശാലിയേ! Oh, you mighty man of valor. Hallelujah. God believes in you when you cannot believe in yourself. God believes in you when you do not even want to believe in yourself. അല്ലയോ പരാക്രമശാലിയേ! Oh, you man of valiant warrior. നീ മിദ്യാന്യരെ കഴിഞ്ഞ 7 വർഷമായി നിരന്തരമായി നിങ്ങളെ തോൽപ്പിക്കുന്ന, നിങ്ങളിടുന്ന കൃഷിയെ അപഹരിക്കുന്ന, മലയിലേക്ക് ഓടിപ്പോകാൻ പ്രേരിപ്പിച്ച, നിങ്ങളെ ഭയപ്പെടുത്തുന്ന മിദ്യാനെ നീ ഒറ്റയ്ക്ക് തോൽപ്പിക്കും. ഇതാ ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള ഉറപ്പ്. God's confirmation and call over you that you alone by yourself will destroy and defeat these Midianites that have been constantly, consistently, repeatedly harming you, bothering you, your family, your farming, and causing you and your families to run and find refuge in mountains. God will bring them down in and through you. ഗിദിയോൻ ഒരു ഭയങ്കര ആഴത്തിലുള്ള വിശ്വാസിയൊന്നും ആയിരുന്നില്ല. Gideon was not a very profound, grounded believer. അവൻ ധൈര്യശാലി ആയിരുന്നില്ല. He was not a man of much courage. ദൈവത്തോടുള്ള അവന്റെ റെസ്പോൺസ് മുഴുവനും നെഗറ്റീവായിരുന്നു. Much of his response to God was from a negative, pessimistic perspective. ഇവനെ ഉപയോഗിക്കാൻ കൊള്ളാമെന്നുള്ളതിന്റെ ഒരു സൈനും അവൻ കാണിച്ചില്ല പാസ്റ്ററെ. He did not even expressively show any sign that God had some hope in this person. അവന്റെ വാക്കുകൾ His words, from a theological, from a psychological, from a practical, from a ministerial, ഏത് പെർസ്പെക്റ്റീവ് നോക്കിയാലും അതിനകത്ത് ഒരു വിശ്വാസവും ഇല്ല. from all angles, theologically, psychologically, practically, spiritually, emotionally, in every vantage point, everything that he said had no hope or any significance in him. അവന്റെ വേർഡ്സോ അവന്റെ ആക്ഷൻസോ ഇവാലുവേറ്റ് ചെയ്യുന്ന ആരും അവനെ ഒരു സ്പിരിച്വൽ പേഴ്സൺ എന്നൊന്നും പെട്ടെന്ന് ഡിഫൈൻ ചെയ്യില്ല. Anybody who had to evaluate what he said, his words, cannot come to a conclusion that he was a spiritual person. അവൻ ചോദിച്ചു, യഹോവ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതിന്റെ തെളിവെന്താ? He asked, what is the evidence that God is with us? ഞങ്ങളുടെ അപ്പന്മാര് ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ തെളിവുകൾ എന്തിയേ? Where is the proof of all the covenant and promises that have been told to our fathers? അത്ഭുതങ്ങൾ എവിടെ? Where are the miracles? എന്നൊക്കെയല്ലേ ഇന്നും പലരും ചോദിക്കുന്നത്. Isn't this the same thing many even today are asking? ദൈവം എവിടെ? അത്ഭുതം എവിടെ? സൗഖ്യം എവിടെ? വിടുതൽ എവിടെ? നാം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? Aren't we hearing the same rhetoric? Where is God? Where is miracles? Where is healings? Where is He? ദൈവം കൂടെ ഉണ്ടെന്നുള്ളതിന്റെ തെളിവല്ലല്ലോ കാണുന്നത്. ദൈവം ഉപേക്ഷിച്ചതിന്റെ തെളിവുകൾ അല്ലേ ഇത് എന്നല്ലേ ഗിദിയോൻ പറയുന്നത്? Isn't Gideon saying that everything that we are going through are evidence not that God is with us, but much likely that God has forsaken us? അങ്ങനെ ഒരുവനോടാണോ ദൈവം പറഞ്ഞത് നീ പരാക്രമശാലിയാണെന്ന്? Is it to such a person that God addresses him as, oh, man of warrior, valiant warrior? പാസ്റ്റർ, ഞാൻ കുറെ കൂടെ ശ്രദ്ധിച്ചു വേദഭാഗം വായിച്ചു. I listened and read this passage carefully. അവന്റെ പെരുമാറ്റത്തിൽ ഒരു സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി ഞാൻ കാണുന്നില്ല. ദൂതനെ കണ്ടപ്പോൾ അവൻ ഭയപ്പെടുന്നതായിട്ടോ
വീണ് കടന്ന് ആരാധിക്കാൻ തയ്യാറാകുന്നതായിട്ടോ ഒരു ദൈവ സാന്നിധ്യം വന്നതിന്റെ റെസ്പോൺസോ ഇങ്ങനെയൊക്കെ പലരും ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊന്നും ഇവൻ ചെയ്യുന്നില്ലല്ലോ. I don't see even a spiritual response in this man when he sees the angel of God either standing there with fear of God or falling down prostrate or worshiping and bowing down or taking a step back. I don't see any, since even though many of his forefathers have responded and done that when the angel of God appears. അടിയനിത് അരുളി ചെയ്യണമേ എന്നൊന്നും അവൻ പറയുന്നില്ലല്ലോ. He does not say anything like, here I am, speak to me, O God. ഞാൻ നിന്റെ ദാസൻ, നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്നൊന്നും അല്ലല്ലോ പറയുന്നത്. He did not say that I am your servant, may your will be done. എന്നിട്ട് ദൈവനോട് പറയുക, അല്ലയോ പരാക്രമശാലി. Yet God calls him and tells him, oh man of valiant warrior. പെർഫെക്റ്റ് ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുന്നവരോടൊന്നും എനിക്ക് ഇന്ന് രാവിലെ ഒന്നും പറയാനില്ല. I don't have much to say those who are looking for a perfect life. പക്ഷേ However, ലോകം പ്രതീക്ഷിക്കാത്ത ചിലതിനെ ഈ ദിനങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിക്കും. God is raising up certain people in a generation where the world has discounted and written off. നീ എന്താ നിന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? What have you told about yourself? നിന്റെ ഫാദർ എന്താ നിന്നെ കുറിച്ച് What പറഞ്ഞിട്ടുള്ളത്? has your father called you and told you in നിന്റെ your face? മദർ എന്താ നിന്നെ കുറിച്ച് What പറഞ്ഞിട്ടുള്ളത്? has your mother named you, called you in your face? നിന്റെ ടീച്ചേഴ്സ് എന്താ നിന്നെ കുറിച്ച് What പറഞ്ഞിട്ടുള്ളത്? has the teachers certified and written you നിന്റെ off? ചർച്ച് എന്താ നിന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? What has the church called you of who you are? ഡീവാലുവേറ്റിംഗ് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. Have they all said de-evaluating ഹാർട്ട് things? ബ്രേക്കിംഗ് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. Are they heartbreaking comments? മോറൽ തകർക്കുന്ന കാര്യങ്ങളാണ്, മൊറാൽ തകർക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. Are they demoralizing statements? സെൽഫ് എസ്റ്റീം തകർക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. Are they statements that break your self-esteem? ഞങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റേഴ്സിന് ഒരു ദൂത് വിളിച്ച് പറയാനുണ്ട്. Your pastors have a message to you. ബലമില്ലാത്തതിനെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. A God that gives strength to those that are weak. തള്ളപ്പെട്ടതിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവമുണ്ട്. A God that calls out those that are rejected. ഭയത്തിലിരിക്കുന്നതിന് ധൈര്യം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. A God that pours out courage to those that are സെൽഫ് afraid. എസ്റ്റീം നഷ്ടപ്പെട്ടതിന് ധൈര്യം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. A God that empowers those that are down in esteem. ഗിദെയോനെ, നീ തകർന്നവനല്ല. Gideon, you are not lost. നീ തകർക്കുവാൻ വിളിയുള്ളവനാണ്. You are a call, one to call to നീ destroy. ഒതുങ്ങിയിരിക്കുന്നവനല്ല. You should not be cumbered into നീ a corner. പുറത്തു വരാൻ നിയോഗമുള്ളവനാണ്. You are one who is called to come നീ out. ഓടിപ്പോകേണ്ടിയവനല്ല. You are not called to run away. ചിലതിനെ ഓടിച്ചു കളയാൻ നിയോഗമുള്ളവനാണ്. But you are called to cause certain people to run away. കാരണം നീ എന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. Because you are listening to my voice. ഹല്ലേലൂയ. Hallelujah. ഒരു കത്തി മുറിയുന്നതിന് മുമ്പ് Before a knife cuts something, അതിനെ ഷാർപ്പൻ ചെയ്യണം. you have to sharpen that knife. അതിനെ ഒരു മനസ്സ് പ്രവർത്തിക്കുന്നതിന് മുമ്പ് Before something works in a mind, അതിനെ എൻലൈറ്റൻ ചെയ്യണം. you have to enlighten that thought. ഒരു കൈ പ്രവർത്തിക്കുന്നതിന് മുമ്പ് Before an action happens through a hand, അത് ബലപ്പെടണം. that hand needs to be empowered. ഒരു ആത്മാവ് ശക്തിപ്പെടുന്നതിന് മുമ്പ് Before a soul is strengthened, അത് അവേക്കൻഡ് ആകണം. that soul needs to be awakened. ദൈവം ഒരു ദൂത് പറയുകയാ. God is speaking a message. ചിലരുടെ മനസ്സിനെ അവൻ തട്ടി ഉണർത്തുകയാ. God is shaking somebody's minds and waking them. ബലമില്ലാത്തത് ചിലതിനെ അവൻ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കയാ. God is strengthening those that are weak. ദൈവത്തിന് പദ്ധതിയുള്ള ചിലതിനെ അവൻ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കയോ. God is sharpening some that God has a bigger ഇന്ന് plan. പകൽ അവരോട് ദൈവം വിളിച്ചു പറയുന്നു, To them God is saying, അല്ലയോ പരാക്രമശാലിയേ, oh valiant warrior, ഞാൻ നിന്നോട് കൂടെയുണ്ട്. I am with you. Hallelujah. തകർന്ന മലകളിലും മണ്ണിലും ഒളിച്ചിരിക്കുന്ന ഒരു രാജ്യത്തെ നീ പുറത്തു കൊണ്ടുവരും. You will bring out the people that are hiding now with fear behind mountains and caves. കേൾക്കണം. Listen carefully. തകർന്ന് പരാജയപ്പെട്ട് മണ്ണിലും മലയിലും ഒളിച്ചു കിടക്കുന്ന ചിലരെ പുറത്തു കൊണ്ടുവരിക എന്നൊരു നിയോഗം, രണ്ട് നിയോഗമാണ് നിനക്കുള്ളത്. You have two leadings over your life. One is to bring out, call out of people that are hiding behind the mountains and inside caves. രണ്ട്, നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന ശക്തിയുള്ള അധികാരമുള്ള പവറുള്ള ഒന്നിനെ നീ താഴെയിടും. Secondly, you will destroy and bring down a power
that has been constantly attacking you and affecting you in the past. ഒന്നുമില്ലാത്ത ചിലതിനെ നീ പുറത്തു കൊണ്ടുവരും. You will bring out certain that have nothing in their lives. എതിരെ നിൽക്കുന്ന പലതിനെ നീ തകർക്കും. And you will bring down certain powers that have come against you. ഇതിന് രണ്ടിനും ഒരു കാര്യം മതി. Only one thing is needed for both. എന്റെ affirmation. You need my affirmation. ഞാൻ നിന്നെ വിളിക്കുന്ന പേര്. That the name that I am calling you. ഞാൻ നിനക്ക് തരുന്ന ശക്തി. The power that I am giving you. ഗിദെയോനെ നിനക്കുള്ളത് ഇങ്ങ് താ. Gideon, what you have, give it to me. എനിക്കുള്ളത് ഞാൻ തരാം. And I will give what I have. ഭയം താ. Give me your fear. നിന്റെ perception താ. Give me your perception. നിന്റെ തകർച്ച താ. Give me your destruction. എനിക്കുള്ളത് ഞാൻ തരാം. I will give you what I എന്റെ have. ശക്തി ഞാൻ നിനക്ക് തരാം. My power I give to എന്റെ you. ബലം ഞാൻ നിനക്ക് തരാം. I give you my strength. ഹല്ലേലൂയ. Hallelujah. എന്നെ കേൾക്കുന്ന ചില പാസ്റ്റേഴ്സിനോട്, To those pastors and leaders എന്നെ listening to കേൾക്കുന്ന me. ചില മിഷണറീസിനോട്, To missionaries that listen to me. അറിവ് കൊണ്ടും പരിചയം കൊണ്ടും പ്രായം കൊണ്ടും ഞങ്ങൾ നിങ്ങളെക്കാളൊക്കെ വളരെ എളിവരാ. പക്ഷെ ഇന്ന് ദൈവം ഞങ്ങളോട് പറഞ്ഞത് അമേരിക്കയുടെ അതിരുകളെ താണ്ടി കേൾക്കുന്ന ഇടങ്ങളിലെല്ലാം കൈക്കൊള്ളാൻ തയ്യാറാകണം. ദൈവം ചിലതിനെ പണിതുകൊണ്ടിരിക്കുകയാണ്. മാറ്റിയിരുത്തി ഒളിച്ചിരിക്കുന്ന ഇടങ്ങളിൽ ചിലതിനെ ബലപ്പെടുത്തുകയാ. തകർന്നു കിടക്കുന്ന ചിലതിനെ പണിയാനും തകർക്കുമെന്ന് പറയുന്ന ചിലതിനെ നീക്കിക്കളയാനുമുള്ള നിയോഗം, അഭിഷേകം ചിലതിന്റെ മേൽ ദൈവം പകരുകയാ. We acknowledge that many of you are much ahead in experience and age and much other educational qualification. But we say, not considering all that, but wherever you might be, beyond the shores of America or wherever you might be right now, God has given you authority to raise up those that are weak and to bring down those that are powerful than who you are, because there is a power that is in you in Jesus' name. ഞാൻ പെട്ടെന്ന് വേദപുസ്തകത്തിലെ ചില പേരുകൾ പറയാം. I'm going to quickly say certain names in the ഒരു scripture. ദൈവദാസൻ പറഞ്ഞത് എന്നെ വളരെ ചിന്തിപ്പിച്ചു. It provoked much thought in my heart of what a man of God പേരുകൾ said. വേഗത്തിൽ പറയും. പാസ്റ്റർ സാം കൂടെ നിൽക്കും, ശ്രദ്ധയോടെ കേൾക്കണം. When I say these names, we will say this together. If men or media, മനുഷ്യരോ മാധ്യമമോ ഈ പറയുന്ന പേരുകളെ ഇവാലുവേറ്റ് ചെയ്തിരുന്നെങ്കിൽ, If men or media evaluated the names that we are about to say, നോഹ ഡ്രങ്ക് ആയിരുന്നു എന്ന് പറയും. Noah was drunk. അബ്രഹാമിന് പ്രായം കൂടുതലായിരുന്നു എന്ന് പറയും. They would say Abraham was too old. ലിയ അഗ്ലി ആയിരുന്നു, കാണാൻ കൊള്ളില്ലായിരുന്നു എന്ന് പറയും. They would have said Leah was ugly, she did not look well. യോസഫ് അബ്യൂസ്ഡ് ആയിരുന്നു എന്ന് പറയും. That Joseph was abused. മോശ വിക്കനായിരുന്നു എന്ന് പറയും. That Moses was a stammerer. ഗിദെയോൻ ഭീരുവായിരുന്നു എന്ന് പറയും. That Gideon was afraid. സാംസൺ വുമനൈസർ ആയിരുന്നു എന്ന് പറയും. That Samson was a womanizer. രാഹാബ് വേശ്യയായിരുന്നു എന്ന് പറയും. That Rahab was a harlot. യിരെമ്യാവ് തീരെ ബാലനായിരുന്നു എന്ന് പറയും. That Jeremiah was just a lad. ദാവീദിന് അഫയർ ഉണ്ടായിരുന്നു എന്ന് പറയും. That David had an illicit affair. ദാവീദ് മർഡറർ ആയിരുന്നു എന്ന് പറയും. That David was a murderer. എലൈജായ്ക്ക് സൂയിസൈഡൽ ആയിരുന്നു എന്ന് പറയും. That Elijah had suicidal എലൈജായ്ക്ക് ideations. ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്ന് That പറയും. Elijah had depression. യോന ഓടിപ്പോയവനായിരുന്നു എന്ന് പറയും. That Jonah was a runaway person. നവോമി വിഡോ ആയിരുന്നു എന്ന് പറയും. That Naomi was a widow. ഇയ്യോബ് ബാങ്ക്രപ്റ്റ് ആയിരുന്നു എന്ന് പറയും. That Job was bankrupt. ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ ഭക്ഷണ ഹാബിറ്റ് മോശമായിരുന്നു എന്ന് പറയും. That John the Baptist, the dietary had wrong ഒരു dietary. പാസ്റ്റർ ബഗ്സിനെ തിന്നെന്ന് പറയും. Or a pastor ate bugs. പത്രോസ് ക്രിസ്തുവിനെ തള്ളി പറഞ്ഞെന്ന് പറയും. That Peter denied Jesus. മാർത്ത വാരിയർ ആയിരുന്നു എന്ന് പറയും. That Martha was a warrior. മേരി മഗ്ദലിൻ പൊസസ്ഡ് ആയിരുന്നു, ഭൂതബാധ ഉണ്ടായിരുന്നു എന്ന് പറയും. That Mary of Magdala was possessed by demons. സക്കയസ് തീരെ ചെറുതായിരുന്നു എന്ന് പറയും. That Zacchaeus was really short. പൗലോസ് പെർസിക്യൂട്ടർ ആയിരുന്നു എന്ന് പറയും. That Paul was a persecutor. തിമോത്തിക്ക് അൾസർ ഉണ്ടായിരുന്നു എന്ന് പറയും. That Timothy had ulcer. ലോകത്തിന് മുമ്പിൽ ഇവരാരും യോഗ്യത ഉണ്ടായിരുന്നവരല്ല. None of them had any qualification in the light of the world. ദൈവത്തിന് മുമ്പിൽ ഇവരെ ശക്തന്മാരായിരുന്നു. But before God, they were really powerful. God believes in you when you cannot believe in yourself. നിനക്ക് സ്വന്തമായി നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്തപ്പോൾ എന്റെ ദൈവം നിന്നിൽ വിശ്വാസം അർപ്പിക്കുന്നു. Pastor, I feel the anointing this morning. Hallelujah. God believes in you when you cannot believe in yourself. നിനക്ക് സ്വയമേ വിശ്വസിക്കാൻ കഴിവില്ലാത്തപ്പോൾ എന്റെ ദൈവം നിന്നിൽ വിശ്വാസം അർപ്പിക്കുന്നു. Glory be to God. Glory. Hallelujah. സമയം മുന്നോട്ട് പോകുന്നു. ഫൈനൽ ലെസൺ പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കുക. I know the time is running way past. We will say the final lesson and conclude. ഈ വായിച്ച വാക്യങ്ങളിൽ നിന്ന് അടുത്ത പാഠം,
The next lesson from these verses, Verses 12 through 16. from verses 12 through 16. God's presence and His promises is our assurance. ദൈവത്തിൻ്റെ സാന്നിധ്യവും അവൻ്റെ വാഗ്ദത്തവും മാത്രമാ നമുക്കുള്ള ഉറപ്പ്. God's presence and His promises are our only assurance. വ്യാഖ്യാനിക്കാൻ സമയമില്ല. We don't have time to go deep exegetically. ഒരു വാക്ക് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാകും. If I say a word, you're able to understand. എന്താ പ്രസൻസ്? What is presence? ഞാൻ നിന്നോട് കൂടെയുണ്ട്. I am with you. എന്താ പ്രോമിസ്? What is a promise? നീ മിദ്യാന്യരെ തോൽപ്പിക്കും. You will defeat the Midianites. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ഇതാ. This is our greatest wealth. പ്രസൻസ് ആൻഡ് പ്രോമിസ്. Presence and promise. പക്ഷെ ഞാൻ ഒരു ചെറിയ ടെസ്റ്റ് മണി പറയാം. I'm going to share a short testimony. പാസ്റ്ററും ഈ ടെസ്റ്റ് മണി പറയുമെന്ന് എനിക്കറിയാം. And I'm sure that we both will testify the same. മറ്റൊരിക്കലും അനുഭവിക്കാത്ത ദൈവസാന്നിധ്യം ഈ ദിനങ്ങളിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. We have been experiencing the presence of God in a very amazing way. നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. We are people who prayed. നമ്മൾ വചനം വായിക്കുന്നവരായിരുന്നു. We have read the word before. പക്ഷെ ഇതുവരെ ഇല്ലാത്ത ചില അനുഭവങ്ങൾ, But experience that we have never had before. കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ When we sit in God's ആ presence, കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ, that continuity, ആ സെൻസിറ്റിവിറ്റി that ഉണ്ടല്ലോ, sensitivity, എന്തൊക്കെയോ ദൈവം നമ്മളിൽ ഒരു പ്രവൃത്തി that ചെയ്യുകയാണ്. God is doing something very different that you cannot even ദൈവം understand. നമ്മളിൽ ചെയ്യുന്ന പ്രവൃത്തി നാം സഭയോട് വിളിച്ചു പറയുകയാ. And we are sharing aloud and clear what God is doing My in us. presence is with you. That ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ നിന്റെ കൂടെയുണ്ട്. I am with you. ഞാൻ നിന്റെ കൂടെയുണ്ട്. I am with you. ഇവയൊന്നും നിന്നെ തോൽപ്പിക്കുകയല്ല. That none of this will defeat നീ you, പലതിനെ തോൽപ്പിക്കാൻ ഇടയാകും. but you will be defeating many others. ദൈവം ഒരു പണി ചെയ്തുകൊണ്ടിരിക്കയാ. That God is doing a build അവൻ in ചില you. വാഗ്ദത്തങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കയാ. He is calling out certain promises over ഗിദെയോനെ you. നീ തുടങ്ങിയിട്ടില്ല. Gideon, you haven't started ഈ yet. വചനം കേൾക്കുന്ന ചിലർ ചില നിയോഗങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കണം. Those that are listening to this word, step out in faith and response to ഇതൊരു the calling. മിഷൻ ചാലഞ്ച് കോളാണ്. This is a call to mission. ജോലി നോക്കി നീ ഒരു തീരുമാനമെടുക്കരുത്. Don't make a decision looking on your work and financial പണം നോക്കി situation. നീ ഒരു തീരുമാനമെടുക്കരുത്. Don't say anything based on your financial കുടുംബം stability. നോക്കി നീ ഒരു തീരുമാനമെടുക്കരുത്. Don't make a decision based on your family. ഇന്ന് പകൽ കേൾക്കുന്ന ഇടങ്ങളിൽ ചിലതിനെ ദൈവം വിളിച്ചിറക്കുകയോ. Tonight, this morning, God is calling out certain people from where you are right ഈ now. സഭയിൽ നിന്ന് ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കുകയോ. God is raising up certain people from this church. അവൻ നിന്നോട് കൂടെയുണ്ട്. He is with you. അവന്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. His presence is with you. എന്നെ പിടിച്ചു കുലുക്കിയ, എന്നെ ബലപ്പെടുത്തിയ ഒരു മിഷണറി കഥ പറഞ്ഞ് അവസാനിപ്പിക്കുക. A missionary story that shook me and strengthened me is what I want to share with you finally. ഈ ഡിഫിക്കൽട്ട് ടൈംസിൽ ഡിവൈൻ ഇന്റർവെൻഷൻ ഉണ്ടായപ്പോൾ When a അനേക പുരുഷന്മാരെയും ഡെബറ എന്ന് പറയുന്ന ഒരു സ്ത്രീയെയും ദൈവം തിരഞ്ഞെടുത്തു. When there were divine interventions during these difficult times, in the midst of raising many, God raised up a Deborah. ആരെയും ദൈവം തിരഞ്ഞെടുക്കും. God can choose anyone. ഒരുപക്ഷെ ഇപ്പോ 60 65 വയസ്സോ പ്രായമുള്ള ഒരു മിഷണറിയുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. I have heard the life story of a missionary who possibly now could be 60 or 65. ആ സഹോദരിയുടെ പേര് മാർസി എന്ന. The name of that woman was Marcy. മാർസി ചെറുപ്പത്തിലെ കർത്താവിന്റെ വിളി തിരിച്ചറിഞ്ഞയാളാ. Marcy was a person that recognized God's calling in her life in a very young age. ബൈബിൾ സ്കൂളിൽ പഠിച്ചു, ഗ്രാജുവേറ്റ് ചെയ്തു. She learned the word of God and graduated in a Bible school. ഒരു ദിവസം അവളുടെ പ്രാദേശിക സഭയിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവൾ പാസ്റ്ററുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വന്നു. One day after the meeting in her local church, she came forward for prayer to her pastor. പാസ്റ്റർ ചോദിച്ചു, മാർസി Pastor എന്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം? asked Marcy, what would you like me to pray for? മാർസി പറഞ്ഞു, പാസ്റ്റർ, ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടിയുള്ള ഒരു വിളി ഞാൻ തിരിച്ചറിയുന്നു. Marcy said, Pastor, I am recognizing a call to full-time ministry. ഏതൊരു പാസ്റ്റർക്ക് ഉണ്ടാകുന്നത് പോലെ ഭയങ്കര സന്തോഷം ഈ പാസ്റ്റർ. Like any pastor would experience, this pastor expressed overjoy. നീ എവിടേക്കാ മാർസി പോകുന്നത്? He asked Marcy, where would you like to go? മാർസിയുടെ ഉത്തരം അദ്ദേഹത്തെ ഞെട്ടിച്ചു. But Marcy's response shocked the pastor. മലേഷ്യയിലുള്ള കാനിബലിസ്റ്റിക് ഹെഡ് ഹണ്ടിങ്
ട്രൈബിന്റെ അടുത്തേക്ക് പോകാൻ ദൈവം എന്നെ വിളിക്കുക. That God is calling me to go to the cannibalistic, headhunting community tribe in Malaysia. മനുഷ്യനെ തിന്നുന്ന, മനുഷ്യന്റെ തല വെട്ടുന്ന ഒരു സമൂഹം. അവിടെ പോയിട്ടുള്ളവർ പലരും തിരിച്ചു വന്നിട്ടില്ല. കഴിഞ്ഞ അനേക വർഷങ്ങളായി ഒരു മിഷൻ ഏജൻസിയും ഒരു മിഷണറിമാരെയും അങ്ങോട്ട് വിടുന്നില്ല. A community that eats men, human flesh, that cuts off people. Such a cruel and brutal community. Many have gone there and never come back. Now no missionary organizations are sending anyone to that place. പാസ്റ്റർ പറഞ്ഞു, മാർസി എനിക്ക് കൂടെ നിൽക്കാൻ പറ്റില്ല. Pastor told Marcy, I can't stand with you in this. മാർസി പറഞ്ഞു, പാസ്റ്റർ എന്നെ ബ്ലെസ് ചെയ്താൽ ഇല്ലേലും ഞാൻ പോകും. യു ഹാവ് എ ചോയ്സ്. വേണമെങ്കിൽ എന്നെ ബ്ലെസ് ചെയ്യുക. Marcy said, Pastor, even if you bless me or not, I will go. You have a choice if you want to bless me. പാസ്റ്റർ അവളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചു. Pastor blessed her and prayed. മാർസി മിഷൻ വർക്കിന് പോകാനുള്ള ദിവസമായി. It was the day for Marcy to step out onto missions. അപ്പനും അമ്മയും പാസ്റ്ററും എല്ലാവരും പിന്തിരിപ്പിക്കാൻ നോക്കി. Father and mother and other families and others tried to get her back from her decision. യാത്രയ്ക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. അവിടെ എത്തി. ഏറ്റവും ഒടുവിൽ ഈ ട്രൈബിന്റെ അടുത്തേക്ക് പോകുവാനുള്ള ചോപ്പറിൽ, ഹെലികോപ്റ്ററിൽ അവർ കയറി. All travel preparations were made and finally she made it to the nation, and from there on a helicopter getting to this community eventually. ഹെലികോപ്റ്ററിൽ വെച്ച് പാസ്റ്റർ ഒരിക്കൽ കൂടെ പറഞ്ഞു, The pastor once again told Marcy while she was on the helicopter, 6 മാസത്തേക്ക് നിന്നെ അവിടെ വിടുകയാ. we are sending you for 6 months. അവിടെ പോയിട്ടുള്ള പലരും തിരിച്ചു വന്നിട്ടില്ല. Many that have gone there have never come back. ഞങ്ങൾ ഇനി നിന്നെ കാണുമോ എന്ന് അറിയില്ല. We do not know if we will see you again. മാർസി പിന്തിരിയാൻ തയ്യാറായില്ല. Marcy was not ready to retreat. രീതി ഇങ്ങനെയാണ്. ഹെലികോപ്റ്ററിൽ നിന്ന് ഒരാളെ 10 ഫീറ്റ് മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കും. നിലത്ത് ചെന്നാൽ ട്രൈബ്സ് ബ്ലേഡ് കട്ട് ചെയ്യും. ഹെലികോപ്റ്ററും അതിലുള്ളവരെയും കൊല്ലും. അതാ രീതി. 10 മീറ്റർ ഹൈറ്റിൽ നിന്ന് ആളെ താഴേക്ക് ഇറക്കും. The normal procedure when dropping off missionaries to this brutal places, the helicopter will come probably 10 feet above ground level and let the person down, because if they come any lower, the locals, the tribals will attack the helicopter and the people in it. അങ്ങനെ അവർ അവരെ ഇറക്കി തിരിച്ചു പോന്നു. So they dropped off Marcy and the helicopter came back. 6 മാസങ്ങൾ കടന്നുപോയി. 6 months went by. ഈ ടീം വീണ്ടും തിരിച്ചു ചെല്ലുകയാ. The same team goes back again. മാർസിയെ കാണുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. They have no hope that they will see Marcy again. അങ്ങനെ ഹെലികോപ്റ്റർ അവളെ ഡ്രോപ്പ് ചെയ്ത് ഇടത്തെത്തിയപ്പോ, When they came to the place where they had dropped Marcy, ഇതാ മാർസിയും ആ കൂടെ അനേക ട്രൈബൽ ആൾക്കാരും ഒരുപോലെ കരങ്ങൾ ഉയർത്തി ഇവരെ വേവ് ചെയ്യുന്നു. many people along with Marcy are now waving and responding to the helicopter. ഇവർ ചോദിച്ചു, മാർസി എന്ത് സംഭവിച്ചു? They asked Marcy what happened. ലോങ് സ്റ്റോറി ഷോർട്ട്, നീണ്ടൊരു കഥ ചുരുക്കി പറയട്ടെ. മാർസി ഇങ്ങനെ പറഞ്ഞു. Marcy said this. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചില കാര്യങ്ങൾ നടന്നു. Some interesting happenings took place. അവരെന്നെ അക്സെപ്റ്റ് ചെയ്തു. They accepted me. കാരണം The reason? they only eat men. പുരുഷന്മാരെ മാത്രമേ അവർ തിന്നുകയുള്ളൂ. They only eat men, not women. രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. Secondly, ഇവരുടെ ട്രൈബൽ മിത്തോളജിയിൽ ഒരു കാര്യമുണ്ട്. there is an aspect in their tribal mythology ദൈവം അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു സ്ത്രീയെ അയക്കും. that their God will send a woman as their deliverer. അതൊരു ദൈവമായിരിക്കും. And that will be a sign of God. ആ സ്ത്രീയെ അക്സെപ്റ്റ് ചെയ്യണം. And they have to accept that woman. മാർസി ചെന്നപ്പോൾ ഇവരെല്ലാവരും മാർസിയെ ആരാധിക്കാൻ തുടങ്ങി. When Marcy got there, all of them started worshiping Marcy. മാർസി പറഞ്ഞു, ഞാൻ ദൈവമല്ല. Marcy said, I am not God. പക്ഷേ ഞാൻ ദൈവം അയച്ചയാളാ, അതുകൊണ്ട് നിങ്ങൾ എന്നെ കേൾക്കണം. But I am sent by God, so you have to listen to me. അനേകർ രക്ഷിക്കപ്പെട്ടു. Many got saved. അനേകർ സ്നാനപ്പെട്ടു. Many got baptized. ഇന്ന് പകൽ ഒരു ദൂത് വിളിച്ചു പറയാനുണ്ടോ? Today we have a message to you. ബലമില്ലാത്ത ജനതയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. God is calling out those that are weak. ഇത് നിന്റെ സമയമാണ്. This is your time. ഇത് പാസ്റ്റേഴ്സിന്റെ സമയമാണ്. This is a time for pastors. ഇത് സഭയുടെ സമയമാണ്. This is a time of the church. ഇത് ദൈവം ഒരുക്കിയ സമയമാണ്. This is a God appointed time. ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. God has a plan over all of us. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ, to discourage
found those that are strong. ബലമില്ലാത്ത ചിലതിനെ ദൈവം God തിരഞ്ഞെടുക്കുകയാണ്. is calling out those that are weak. ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. Let us wrap our words this There will morning. be a divine intervention in difficult times. ദുരിതകാലങ്ങളിൽ ദൈവം ഇടപെടും. God will divine in the midst of difficult times. Hallelujah. 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 ചില unlikely timesൽ ചില unlikely choices ദൈവം നടത്തും. God will make unlikely choices during unlikely times. നിനക്ക് നിന്നിൽ വിശ്വസിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം നിന്നിൽ വിശ്വസിക്കുന്നു. When you cannot even have anything to believe in yourself, God believes in you. ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ വാഗ്ദത്തവുമാണ് നിന്റെ ഉറപ്പ്. God's presence and God's promise is your assurance. ഇന്ന് കേട്ട വചനത്തിന് മുൻപിൽ നമ്മളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray, submitting ourselves in light of the word. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടട്ടെ. Let the Holy Spirit work in our hearts. ഈ അവസരത്തിൽ നമ്മുടെ സഹോദരങ്ങൾ ഒരു പാട്ട് പാടുമ്പോൾ അവരോട് ചേർന്ന് ആരാധിക്കുകയും കർത്താവിന്റെ നാമത്തിനു വേണ്ടി കൊടുക്കുവാൻ ഉള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനും ഇടവരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. At this time, our worship team will lead us in a time of singing, and this is a time for us to respond in our giving. Wherever you might be, may the Lord work in your heart in that manner as well. May the good Lord bless us with these words. Amen. Hallelujah.